നമ്മുടെ കേരളത്തില് ഒരു ഫ്ലൈറ്റ് പോലെ ഒരു KSRTC ബസ് ഉണ്ട് എന്നാണ് നിങ്ങൾ വിശ്വസിക്കും? ഒരു വിമാനത്തിൽ വേണ്ട എല്ലാ സാധനങ്ങളും ബസ്സിലുണ്ട്. വിമാനം ആകാശത്ത് കൂടെയും ബസ് റോട്ടിൽ കൂടെയും പോകണമെന്നുള്ള ഒരു വ്യത്യാസം മാത്രമുള്ള കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വിമാനത്തിന്റെ KSRTC ബസ്സിന്റെ മുഴുവൻ വിശേഷങ്ങളും അറിഞ്ഞാലോ? ഒരു വെള്ളം തരുമോ? താങ്ക് യു. അതേപോലെ ഇപ്പോൾ ഈ കൊടുക്കുന്ന മിനറൽ വാട്ടർ ഒക്കെ തികച്ചും സൗജന്യമായിട്ട്. അതേപോലെ നമ്മൾ ഫ്ലൈറ്റിന്റെ ഫ്രണ്ട് സീറ്റിന്റെ ഫ്രണ്ടിലൊക്കെ ഉണ്ടാവില്ല ടാപ്പ്, അത് നമ്മുടെ KSRTCയിലൊക്കെ വന്നതെന്ന് പറഞ്ഞാൽ മാറ്റത്തിന്റെ റേഞ്ച് ഒന്ന് ആലോചിച്ച് നോക്ക്. എക്സിക്യൂട്ടീവ് ബസ് കേരള ഇത് ഇന്ന് ഇറക്കിയതാ. സർവീസ് തുടങ്ങി 4 ദിവസം. 4 ദിവസം പുതിയ സർവീസ് ആണ് അല്ലേ? ഇതിനെന്താണ് പ്രത്യേകതകൾ? ഫുൾ AC കോച്ച്. ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വിമാനത്തിലുള്ള പോലെയാണ് ഇവിടുത്തെ എല്ലാ ഫെസിലിറ്റീസും അല്ലേ? ടോയ്ലറ്റ് അവൈലബിൾ ആണ്. ഓക്കെ, ഇതിപ്പോ കേരളത്തിൽ ഇറങ്ങിയിട്ട് ഓൺലി 4 ദിവസമേ ആയിട്ടുള്ളൂ അല്ലേ? ഓ വെരി ഗുഡ്. ആകെ ഇറങ്ങിയിട്ടുള്ളൂ 2 ബസ് അല്ലേ? ആകെ ഇറങ്ങിയിട്ടുള്ളൂ. അതിലാണ് ഞാൻ കയറിയിട്ടില്ല അല്ലേ? ഓക്കെ, താങ്ക് യു വെരി മച്ച്. പുതിയ ഇൻഫർമേഷൻ നൽകിയതിന് നന്ദി. താങ്കളുടെ പേര്? ശരണ്യ. താങ്ക് യു ശരണ്യ മാം, താങ്ക് യു. എങ്ങനെയുണ്ട് യാത്ര? എങ്ങനെയുണ്ട്? ഉഷാറാണ് അല്ലേ? ഇതിപ്പോ കേരളത്തിൽ ഇറങ്ങിയിട്ട് ഓൺലി 4 ദിവസമായിട്ടുള്ളൂ അല്ലേ? എന്താ പേര്? വിനീപ്. എങ്ങനെയുണ്ട് യാത്രക്കാരുടെ പെരുമാറ്റങ്ങളൊക്കെ എങ്ങനെയുണ്ട്? നല്ല സന്തോഷം. ചുരുക്കി പറഞ്ഞ റോട്ടിൽ കൂടെ പോണ വിമാനമാണ്. അതാണ് ടെപ്പി ഇറങ്ങിയുള്ള ലക്ഷറി KSRTC ബസ്. മുഴുവൻ AC കോച്ചാണ്. അതാണ് ഇതിന്റെ മെയിൻ പ്രത്യേകത. വിമാനത്തിലുള്ള പോലെ എയർ ഹോസ്റ്റിന്റെ പകരം അതേ യൂണിഫോമിൽ ബസ് ഹോസ്റ്റ് വരെ ഇതിലുണ്ട്. പോരാത്തിന് ഫ്രീ വൈഫൈയും. അതുപോലെ തന്നെ പാൻട്രി ഉണ്ട്. പാൻട്രിയിൽ ചെറിയ സ്നാക്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചെറിയ കൂൾ ഡ്രിങ്ക്സ് വേണ്ടവർക്ക് അത് കൊടുക്കും, ചൂടുവെള്ളം വേണ്ടവർക്ക് അത് കൊടുക്കും. ഹീറ്റർ ഉണ്ട്, ഡ്രിങ്കിങ് വാട്ടർ ഉണ്ട്, ചായ വരെ ഉണ്ടാക്കാനുള്ള സൗകര്യ സെറ്റപ്പ് ഉണ്ട് കേട്ടോ. വിമാനത്തിൽ എന്ന പോലെ സീറ്റിന്റെ ഫ്രണ്ടിൽ ടാബ് ഉണ്ടാവും. അതിൽ നമുക്ക് കാണാൻ കുറച്ച് സിനിമകൾ ഉണ്ടാവും. ഹെഡ്സെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ന്യൂസുകൾ കാണാൻ, ലഗേജ് വെക്കാൻ വിമാനത്തിൽ എന്ന പോലെ ബസ്സിന്റെ സൈഡിലും ബാക്കിലും സൗകര്യമുണ്ട്. ക്യാമറ സംവിധാനം ഉണ്ട്, ഫയർ അലാം ഉണ്ട്. എടുത്തു പറയേണ്ടത് പ്രത്യേകിച്ച് ടോയ്ലറ്റ് ആട്ടോ. ഇനി അതല്ല, എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കാണണമെങ്കിൽ ഫ്രണ്ടിൽ അവിടെ മൈക്ക് ഉണ്ട്, അതേപോലെ TV ഉണ്ട്, എല്ലാ സൗകര്യം ഉണ്ട്. ആകെ ഒരു വ്യത്യാസം മാത്രമുള്ളൂ കേട്ടോ. ഫ്ലൈറ്റ് ആകാശത്ത് കൂടെയും KSRTC റോട്ടിൽ കൂടെയും പോകണമെന്ന് മാത്രമുള്ള. വൈറ്റില കൊച്ചി ഗുരുവായൂർ 431 ഉറുപ്പിയുള്ളൂ കേട്ടോ. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ബസ്സുകൾ നമ്മുടെ കേരളത്തിൽ വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതെങ്ങനെ ഈ ബസ് ഉപയോഗിക്കണം എന്നുള്ളതിൻ്റെ മാർഗ്ഗനിർദ്ദേശം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇതുപോലുള്ള ന്യൂസുകൾ കിട്ടാൻ നമ്മുടെ പൊന്നാനി റീൽസ് പേജ് ഫോളോ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.